ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ നമുക്ക് അല്ലേ നിമിഷ? കാണിച്ചു തരാട്ടെ എന്താന്ന്. നമുക്ക് നല്ല ചൂട് റൊട്ടി, റൊട്ടി അതിന്റെ കൂടെ കഴിക്കാൻ നമ്മുടെ സ്പെഷ്യൽ ചില്ലി ബ്രിഞ്ചാളാണ്. ചില്ലി റൊട്ടി അല്ല കേട്ടോ സ്പെഷ്യൽ, അത് ഈ കാണുന്ന സാധനം കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ കത്തിരിക്ക പ്ലാന്റ് എന്ന് പറയാം. അങ്ങനെ എങ്ങനെയുള്ള പറയട്ടെ, ബ്രിഞ്ചാളത്തിലുള്ള കത്തിരിക്ക, അതിന്റെ ചില്ലി ബ്രിഞ്ചാളാണ് കേട്ടോ. ചില്ലി ബ്രിഞ്ചാൾ എന്ന് പറയാം, അല്ലെങ്കിൽ ചില്ലി എഗ് പ്ലാന്റ് എന്ന് പറയാം കേട്ടോ. നിമിഷം നല്ല സൂപ്പർ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പൊറോട്ടയോട് ഒരു പിടി പിടിക്കണം കേട്ടോ, അതിന് വെള്ളം വരുന്നത്. അതുപോലെ തണ്ണിമത്തനെ കുറിച്ച് ഇത് നമ്മുടെ ഹോം ഗ്രൗണ്ട് വാട്ടർമെലൺ ആണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായ തണ്ണിമത്തങ്ങയാണ്. ഇത്ര വലിപ്പമുള്ളൂ, കുഞ്ഞു കുട്ടി തണ്ണിമത്തങ്ങ. നമ്മുടെ ഒരു വലിയ കുട്ടി എന്ന് പറയാൻ നമ്മുടെ ഒരു വലിയൊരു അല്ലേ? അതെ, കാരണം അത്രയും നമ്മൾ അങ്ങനെ കടയിലൊക്കെ എനിക്ക് അത്രയും കുഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നാട്ടിൽ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. കുഞ്ഞ് വാട്ടർമെലോൺ ആട്ടോ. അപ്പൊ അതിന്റെ നല്ല പഴുത്ത് ഞാൻ നമുക്ക് സംശയം ഉണ്ടായിരുന്നു പഴുത്തിട്ടുണ്ടോന്ന്, പക്ഷെ അത് നല്ല സൂപ്പർ. ഇന്ന് ഞങ്ങൾ മുറിച്ചു നോക്കി, നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ. നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ എല്ലാ സാധനവും അല്ലെ, നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറിയും കൊണ്ടാട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ബാക്കിയെല്ലാം അല്ലേ റൊട്ടി ഒഴിച്ച് ബാക്കിയെല്ലാം. പിന്നല്ല, അതിനല്ലേ നമ്മളിവിടെ ഇരിക്കുന്നേ. ശരിക്കും നമ്മുടെ ചില്ലി ചിക്കൻ പോലെ ഇരിക്കുന്നല്ലേ, ക്യാപ്സിക്കം പോലെ കിടക്കുന്ന കേട്ടോ സാധനം. നല്ല മണം വരുന്നുണ്ട്. ഗ്രേവിക്ക് ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ടേസ്റ്റ് അറിയേണ്ടത് നമ്മുടെ ഈ കത്തിരിക്കയുടെ എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. ടേസ്റ്റ് ചെയ്തോട്ടെ. വായിന്ന് വെള്ളം വരുന്നിട്ട് പറയുന്നത് ശരിയാവുന്നില്ല. അത് കഴിച്ചു നോക്കാം കേട്ടോ. കഴിക്കട്ടെ കേട്ടോ. അടിപൊളി കേട്ടോ, സൂപ്പർ അല്ലേ? നല്ല ജ്യൂസ്. ഈ സാധനം കടിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് എന്താ പറയാ, പൊട്ടിത്തെറിക്കാന്ന് പറയില്ലേ, നന്നായിട്ട് ബെൽറ്റ് ആവുന്നുണ്ട് കേട്ടോ. അടിപൊളി അല്ലേ? ടേസ്റ്റ്. രണ്ട് നല്ല കോമ്പിനേഷൻ ആണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പറയുമ്പോ പ്രത്യേക സ്പെഷ്യൽ അല്ലേ? അതെ, ഇച്ചാന് ഭയങ്കര ചേഞ്ച് ഉണ്ടല്ലോ ഇച്ചാന്ന്. മുടിയൊക്കെ വെട്ടി എല്ലാരും പറയുന്നത് ഷോക്കടിച്ച പോലെയാ. പറഞ്ഞ കമന്റ് വായിച്ചു വെച്ച് ഞാൻ മടുത്തട്ടോ, മുടി വെട്ടാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ നിങ്ങളൊന്നും പറയരുത്, പറയാനൊന്നും ഇല്ല അല്ലെ? ഏതായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പൊളിച്ചു കേട്ടോ. ഒന്നും പറയാനല്ലോ, തകർത്തു.